ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മണി മാത്തിലെ 108ാമത്തെ പേജിന്റെ തുടർഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. 30% പലിശ നിരക്കിലെ അടുത്ത പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. 3546 രൂപയ്ക്കാണ് ക്ലോസ് പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മുൻപേ കണ്ടുവച്ച കാര്യങ്ങളാണ്. 100 രൂപയ്ക്ക് എത്രയായിരുന്നു? 30 രൂപയായിരുന്നു. 10 രൂപയ്ക്ക് എത്രയായിരുന്നു? 3 രൂപയായിരുന്നു. 1 രൂപയ്ക്ക് എത്രയായിരുന്നു? 30 പൈസയായിരുന്നു. ഇത് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചതാണ്. അടുത്തായിട്ട് എന്ത് ചെയ്യണം? 3546നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുകയാണ്. ആദ്യം 100കളാക്കി എഴുതി. എത്രയാണ്? 3500 ആക്കി എഴുതി. പിന്നീട് ഒരു 40 എഴുതി. പിന്നീട് ഒരു 6 എഴുതി. അങ്ങനെ എന്ത് ചെയ്തു? 3 ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഉള്ളത് 3500 ആണ്. 3500ൽ എത്ര നൂറുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എത്രയാണ്? 35 നൂറാണുള്ളത്. പിന്നീട് എത്രയാണ് വരുന്നത്? 40. 40ൽ എത്ര 10 ഉണ്ടെന്ന് നോക്കുക. ഡിവൈഡഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ 4 10 ആണുള്ളത്. പിന്നീട് എന്താണ്? 1 രൂപയായിട്ട് വരുന്നത് 6 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം എന്ത് ചെയ്യാം? 35ൻ്റെ കണ്ടുപിടിക്കാം. അതായത് 35 നൂറാണുള്ളത് അല്ലേ? ഒരു നൂറിന് 30 വെച്ചാണെങ്കിൽ 35 നൂറിന് എത്രയും 35 ഇൻറ്റു 30 കാണാം. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 1050 രൂപയാണ് കിട്ടുന്നത്. അടുത്തത് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? 40 രൂപയുടെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ 10 രൂപയ്ക്ക് എത്രയായിരുന്നു? 3 രൂപയായിരുന്നു. അപ്പോൾ എത്ര 10 ആണുള്ളത്? 4 10 ആണുള്ളതെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. 4 ഇൻറ്റു 3 കണ്ടു കഴിഞ്ഞാൽ എത്രയാണ്? 12 ആണ് കിട്ടുന്നത്. പിന്നീട് വരുന്നത് 6 രൂപയാണ്. ഒരു പൈസക്ക് എത്രയാണ്? 1 രൂപയ്ക്ക് 30 പൈസയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 6 ഇൻറ്റു 30 കണ്ടു കഴിഞ്ഞാൽ എത്രയാണ്? 180 പൈസ. ഇവിടെ 180 പൈസ എന്ന് പറയുമ്പോൾ കണക്കാക്കേണ്ടത് എത്രയാണ്? 1 രൂപ 80 പൈസ എന്നാണ് മനസ്സിലാക്കേണ്ടത്. 1063 ടോട്ടൽ വരുന്നത്. എന്ത് ചെയ്യാം? നമ്മൾ കണ്ടുപിടിച്ച എല്ലാ ഡിസ്കൗണ്ടുകളും എന്ത് ചെയ്യുക? തമ്മിൽ കൂട്ടി നോക്കുക. അങ്ങനെയാണെങ്കിൽ 1063 രൂപ 80 പൈസ എന്ന് ആൻസർ കിട്ടും. എല്ലാവരും ചെയ്തു നോക്കുക. ഞാനിവിടെ ചെയ്യുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്തായിട്ട് കാണേണ്ടത് എ പേഴ്സൺ ഡെപ്പോസിറ്റഡ് 16,725 rupees in a bank which pays 9% ഇൻട്രസ്റ്റ്. ഓക്കെ, ഇവിടെ എന്താണ്? പെർസെൻറ്റേജ് മാറി, 9% ആയിട്ട് മാറി. ഇതുവരെ നമ്മൾ കണ്ടത് 30% അപ്പോൾ നമുക്ക് നോക്കാം. 16,725ന് നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ 9% ഇൻട്രസ്റ്റ് കാണണം. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താണ്? അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. 16,725നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 16,700 പ്ലസ് 20 പ്ലസ് 5 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ നൂറുകളും 10കളും രൂപകളും കണ്ടുപിടിക്കാൻ എന്താണ്? വളരെ എളുപ്പമാണ്. നോക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. ഇവിടെ ഒരു ചാർട്ട് വരച്ചിട്ടുണ്ട്. ചാർട്ട് വരച്ചിട്ടാണ് കാണുന്നത്. 100 രൂപയ്ക്ക് എത്രയാണ്? 9 രൂപയാണ്. അതായത് പലിശ നിരക്ക് എത്രയാണ്? 9%. 10 രൂപയ്ക്ക് വരുന്നത് എത്രയാണ്? 90 പൈസയാണ്. 1 രൂപയ്ക്ക് വരുന്നത് എത്രയാണ്? 9 ആണ്. 100 രൂപയ്ക്ക് വരുന്നത് എത്രയാണ്? 9 രൂപയാണ് വരുന്നത്. അടുത്തായിട്ട് 10 രൂപയ്ക്ക് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 9 രൂപ എന്താണ്? 1 രൂപ എന്ന് വെച്ചാൽ എന്താണ്? 100 പൈസയാണ്. അപ്പോൾ എന്ത് ചെയ്യാം? 9 രൂപ നമുക്ക് എന്ത് ചെയ്യാം? പൈസയാക്കി മാറ്റാം. പൈസയാക്കി മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് 9 ഇൻറ്റു 100 ചെയ്യേണ്ടത്. അപ്പോൾ എത്ര കിട്ടുന്നത്? എത്രയാണ്? 900 കിട്ടുന്നത്. അത്രയും എന്താണ്? പൈസയാണ്. അപ്പോൾ ആ പൈസ എന്ത് ചെയ്യുക? നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 0 ഇവിടെയും ക്യാൻസലായി, ഇവിടെയും ക്യാൻസലായി. ബാക്കി വരുന്നത് എത്രയാണ്? 90. അപ്പോൾ 90 പൈസയാണ് വരുന്നത്. ഇവിടെ 100 രൂപയ്ക്ക് കണ്ടു. അത് കഴിഞ്ഞിട്ട് 10 രൂപയ്ക്ക് കാണുമ്പോൾ ഇതിനെ പൈസയാക്കി മാറ്റാൻ കാരണം എന്താണ്? 9നെ നമ്മൾ 10 കൊണ്ട് ഇനി 10 രൂപയ്ക്ക് കാണുമ്പോൾ നോക്കാം. 10 രൂപയ്ക്ക് സാധാരണ രീതിയിലാണ് കാണുന്നതെങ്കിൽ നോക്കാം. ഇവിടെ 100 രൂപയ്ക്ക് എത്രയാണ്? 9 രൂപയാണ്. ഇനി 10 രൂപയ്ക്ക് കാണാൻ എന്താണ് ചെയ്യേണ്ടത്? 9/10 ആണ് ചെയ്യുന്നത്. ആൻസർ കിട്ടുന്നത് എത്രയാണ്? 0.9 rupees കിട്ടുന്നത്. 0.9 എന്ന് പറയുമ്പോൾ എന്താണ്? അത് പൈസയാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ആദ്യം തന്നെ ഇതിനെ പൈസയാക്കി മാറ്റിയത്. ഇനി നിങ്ങൾ പൈസയാക്കി മാറ്റുന്നില്ല എങ്കിൽ 0.9 തന്നെയാണ് കിട്ടിയതെങ്കിൽ 0.9 എന്ന് പറഞ്ഞാൽ എന്താണ്? 90 പൈസയായിട്ടാണ് വരുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ വരുന്നത് എന്താണ്? റുപ്പീസാണ് അല്ലേ? അതായത് 0.9 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ റുപ്പീസിനെ എന്ത് ചെയ്യണം? നമ്മൾ പൈസയാക്കി മാറ്റണം. റുപ്പീസിനെ പൈസയാക്കി മാറ്റുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 1 rupees എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 പൈസയാണ്. അപ്പോൾ 0.9 എന്ത് ചെയ്യണം? നമ്മൾ ഇൻറ്റു 100 ചെയ്യണം. ചെയ്ത് നോക്കാം. അതായത് 100 ഇൻറ്റു 0.9 അങ്ങനെ ഗുണിക്കാനാണ് കുറച്ചുകൂടി ഈസി. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് കിട്ടുന്ന 9 ഇൻറ്റു 0 0 9 ഇൻറ്റു 0 0 1 ഇൻറ്റു 9 എത്രയാണ് വരുന്നത്? 9. ഇങ്ങനെ ഗുണിച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു പോയിൻ്റുള്ള സംഖ്യയെ പോയിൻ്റ് ഇല്ലാത്ത സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ
പോയിന്റ് ഉള്ള സംഖ്യക്ക് എത്ര പോയിന്റാണുള്ളത് നോക്കുക. അതായത് ഇവിടെ ഒരു സംഖ്യ കഴിഞ്ഞിട്ടാണ് പോയിന്റ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു സംഖ്യ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? പോയിന്റ് ഇടണം. ഇത്രയും പൈസയാണ് വരുന്നത്. അതായത് 90 പൈസ. അങ്ങനെയാണ് ഇവിടെ 90 പൈസ കിട്ടുന്നത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കട്ടെ. പിന്നീട് നമ്മൾ 1 രൂപക്ക് കാണുമ്പോൾ ഈ 90 പൈസയാണ് എന്ത് ചെയ്യുന്നത്? 10 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയാണ് കിട്ടുന്നത്? 9 പൈസയാണ് കിട്ടുന്നത്. 10ൽ എത്ര ഒന്നാണുള്ളത്? 10 ഒന്നാണുള്ളത്. അപ്പോൾ 1ന്റെ എത്രയാണെന്ന് കാണുമെങ്കിൽ 90 ഡിവൈഡ് ബൈ 10 ഈക്വൽ ടു എത്രയാണ്? 9 വരുന്നത്. ഇനി ഈ ടേബിളിലേക്ക് വരികയാണ്. അപ്പോൾ 16,700 രൂപയാണുള്ളത്. 16,700നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 167 എന്ത് കിട്ടി? 100 കിട്ടി. അപ്പോൾ എന്ത് ചെയ്യണം? 9% ആയതുകൊണ്ട് 167 ഇൻറ്റു 9 കാണുക. എത്രയാണ്? 1503. അത് നമ്മളിവിടെ എഴുതുന്നുണ്ട് 1503 രൂപയും എത്രയാണ്? 0 പൈസയുമാണ്. 25 അല്ലേ? 25 എന്ന് പറയുമ്പോൾ 20 രൂപ. 20 രൂപയിൽ എത്ര പത്തുകളാണുള്ളത്? 2 ആണുള്ളത് അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 90. 90 എന്താണ്? പൈസയാണ്. അപ്പോൾ 180 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 1 രൂപ 80 പൈസയാണ് അവിടെ ഉള്ളത്. ഓക്കെ. പിന്നീട് വരുന്നത് എത്രയാണ്? 5 രൂപയാണ്. അപ്പോൾ 1 രൂപയ്ക്ക് എത്രയാണ്? 9 പൈസയാണ്. 5 ഇൻറ്റു 9 എന്താണ്? 45. അതുകൊണ്ടാണ് എന്താണ് ഇവിടെ 100 ആയി കഴിഞ്ഞാൽ മാത്രമാണ് എന്താകുന്നത്? അത് 1 രൂപയായിട്ട് മാറുന്നത്. അപ്പോൾ 45 വരുമ്പോൾ എന്താണ്? അത് പൈസയാണ്. അപ്പോൾ നമുക്ക് പൈസയുടെ സ്ഥാനത്തേക്ക് അതിനെ എഴുതാം. ഇത് തമ്മിൽ കൂട്ടുന്നത് എങ്ങനെയാണ്? 1503. പിന്നെ എന്ത് ചെയ്യാം? 0 ചേർക്കാം. ഇവിടെ എന്താണ്? രൂപയാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ എന്താണ്? പൈസയാണ് വരുന്നത്. അടുത്ത എന്താണ്? 1 രൂപ 80 പൈസ. അതിന് നമ്മൾ ഇവിടെ എഴുതാം 1 രൂപ. പോയിന്റ് എപ്പോഴും എന്ത് ചെയ്യണം? നേരെയായിട്ട് വരണം. 80. പിന്നെ എന്താണ്? 45. 45 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.45 ആണ് വരുന്നത് അല്ലേ? 45 പൈസയാണ്. അപ്പോൾ പൈസ എപ്പോഴും എഴുതേണ്ടതാണ് വലതുവശത്താണ്. ഇവിടെ 45 എഴുതാം. അതിനുശേഷമാണ് ഇത് കൂട്ടേണ്ടത്. 5 + 0 + 0 എത്രയാണ്? 5 ആണ്. 8 + 4 വരുന്നത് 12 ആണ് അല്ലേ? പോയിന്റ് 12 കഴിഞ്ഞാൽ ബാക്കി വരുന്ന 1 രൂപയുടെ സ്ഥാനത്താണ് കൂട്ടേണ്ടത്. 1 + 1 എത്രയാണ്? 2. 2 + 3 5. പിന്നീട് എന്താണ്? 0 5 1. അപ്പോൾ 1505.25. ഇതെത്രയാണ്? 1500 എന്ന് പറയുന്നത് എന്താണ്? റുപ്പീസാണ്. 25 എന്ന് പറയുന്നത് പൈസയാണ്. അപ്പോൾ ഇത്രയും പൈസയാണ് അവർ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് തരേണ്ടത്. ഇതിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. മറ്റൊരു മെത്തേഡ് കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് 16,725ൻ്റെ 9% കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? 16,725 ഇൻറ്റു 9 എന്ത് ചെയ്യാം? 100. പിന്നെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ആദ്യം വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? 2 പൂജ്യത്തിന് കണക്കായിട്ട് എന്ത് ചെയ്യാം? നമുക്കിവിടെ പോയിന്റ് ചേർക്കാം. അതിനുശേഷം 9 കൊണ്ട് ഗുണിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 16,725ന് 9 കൊണ്ട് ഗുണിച്ചതിന് ശേഷം എന്ത് ചെയ്യാം? പോയിന്റ് ചേർക്കാം. ഞാനിവിടെ ചെയ്യുന്നത് ഇവിടെ എത്രയാണ്? 2 പൂജ്യമാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം? 2 സംഖ്യകൾക്ക് എന്ത് ചെയ്യാം? പോയിന്റ് കൊടുക്കാം. ബാക്കി വരുന്നത് നോക്കാം. 167.25 ഇൻറ്റു 9 എത്രയാണെന്ന് നോക്കാം. 9 ഇൻറ്റു 5 എത്രയാണ്? 45 ആണല്ലേ? ബാക്കി എത്രയാണ് വരുന്നത്? 4 ആണ് വരുന്നത്. 2 ഇൻറ്റു 9 18. 18 ഇൻറ്റു 4 22. 2. ബാക്കി എത്ര വരുന്നുണ്ട്? 2. പിന്നെ എത്രയാണ്? ഒരു പോയിന്റാണ് അവിടെ വരുന്നത്. 9 ഇൻറ്റു 7 63. 63 2 എത്രയാണ്? 65. എത്രയാണ്? 5. ബാക്കി വരുന്നത് എത്രയാണ്? 6. 6 ഇൻറ്റു 9 54. 6 എത്രയാണ്? 60. അപ്പോൾ എന്താണ്? 0. വീണ്ടും എത്ര വന്നു? ഒരു 6 വന്നു. 1 ഇൻറ്റു 9 9. 9 പ്ലസ് 6 വരുന്നത് എത്രയാണ്? 15. അപ്പോൾ എത്രയാണ് കിട്ടിയത്? 1505.25. അതായത് 1505 രൂപ 25 പൈസ. അതേ പൈസയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്.